അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ന് ഞാൻ പറയുന്നത്. ദാമ്പത്യ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന വീഡിയോ ആണ്. ഭാര്യമാരെ നോക്കാത്ത, അവരെ പരിഗണിക്കാത്ത ഒരു അവസ്ഥ. ഈ ഒരു അവസ്ഥക്ക് നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ വളരെ ഏറെ സൂക്ഷ്മതയോടുകൂടെ, അല്ലലില്ലാതെ, അലറ്റലില്ലാതെ, പ്രശ്നങ്ങൾ നല്ല രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് മുന്നോട്ടു പോകേണ്ടത് ആവശ്യമാണ്. പ്രശ്നങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ സഹജമാണ്. പക്ഷേ ആ പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടതാണ് നമ്മുടെ വലിയ കഴിവ് എന്ന് പറയുന്നത്. ചില ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചെറിയ പ്രശ്നമായിരിക്കും, പക്ഷേ അത് എത്രയോ വലിയ പ്രശ്നങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ദാമ്പത്യം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഭർത്താവിനോട് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഭാര്യയോട് പെരുമാറേണ്ടത് എന്ന അറിവില്ലായ്മയാണ് ഇതിനുള്ള കാരണങ്ങൾ. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എങ്ങനെ നമ്മുടെ വീടുകളിൽ പെരുമാറണം, എങ്ങനെ ഭർത്താവിനോട് പെരുമാറണം, എങ്ങനെ ഭാര്യയോട് പെരുമാറണം, ഞാൻ എങ്ങനെയായിരിക്കണം ഇവിടെ ജീവിക്കേണ്ടത്, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ തന്നിലേക്ക് ആകർഷിപ്പിക്കുക. ഭാര്യയ്ക്ക് എന്തായാലും ഭർത്താവിനെ കൂടുതലായി തൻ്റെ ജീവിതത്തിലേക്ക്, തൻ്റെ സ്വഭാവത്തിലേക്ക്, ശൈലിയിലേക്ക് ആകർഷിപ്പിക്കണം. അതാണ് വേണ്ടത്. അവിടെയാണ് ഒരു ഭാര്യയുടെ വിജയമുള്ളത്. അത് എങ്ങനെ സാധ്യമാകും എന്നുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. ഭർത്താവിനെ എങ്ങനെയൊക്കെ നമുക്ക് ആകർഷിപ്പിക്കാം. ഒന്നാമത്തേത്, നാം നല്ല വൃത്തിയായിരിക്കുക എന്നതാണ്. എപ്പോഴും നല്ല ഫ്രഷ് ആയിരിക്കുക. ഭർത്താവിൻ്റെ മുമ്പിൽ എപ്പോഴും ഫ്രഷ് ആയിരിക്കുക, വൃത്തിയായിരിക്കുക. 2, നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക. പൊതുവെ നാം ചെയ്യുന്നതെന്താണ്? പുറത്ത് പോകുമ്പോൾ നല്ല അണിഞ്ഞൊരുങ്ങി അടിപൊളിയായി സൂപ്പറായി പോകും. പക്ഷേ ഭർത്താവിൻ്റെ മുമ്പിലോ കീറിയതും മോശപ്പെട്ടതുമായിട്ടുള്ള വസ്ത്രമായിരിക്കും പലപ്പോഴും പലരും ഇട്ടിട്ടുണ്ടാവുക. എല്ലാവരെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്. ചിലരെങ്കിലും അത് ശ്രദ്ധിക്കാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. പലപ്പോഴും നമ്മെ ഭർത്താവ് ശ്രദ്ധിക്കാതിരിക്കുക, മൈൻഡ് ചെയ്യാതിരിക്കുക, നമ്മെ സ്നേഹിക്കാതിരിക്കുക, നമ്മളോട് താല്പര്യമില്ലാതിരിക്കുക, ഇതൊക്കെ അതിന് കാരണമായേക്കാം. അപ്പോൾ ഭർത്താവിൻ്റെ മുമ്പിൽ നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക. മൂന്നാമത്തേത്, നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. സാധാരണ സ്ത്രീകൾ കല്യാണം കഴിഞ്ഞാൽ 2 കുട്ടികളൊക്കെ പ്രസവിച്ച് കഴിഞ്ഞാൽ ബോഡിയൊക്കെ ആകെ, വയറൊക്കെ ചാടി, ബോഡിയൊക്കെ ആകെ അലങ്കോല ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ച് ഒരു കാണാൻ ഭംഗിയില്ലാത്തൊരു രൂപത്തിലേക്ക് ആവും. അത് നാം ശ്രദ്ധിക്കണം. അപ്പോൾ മൂന്നാമത്തെ കാര്യം, നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ്. നാലാമത്തേത്, നമ്മുടെ ശരീരത്തിൻ്റെ പോസ്റ്റർ ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ എന്താ? ചില ആളുകളൊക്കെ ഉണ്ടല്ലോ എപ്പോഴും വാടി തളർന്ന് ഒടിഞ്ഞ് തൂങ്ങി നിൽക്കുന്നത്. ഭർത്താക്കന്മാർ നമ്മെ കണ്ടാൽ അത് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. എപ്പോഴും നാം നിവർന്ന്, നമ്മുടെ നടു നിവർത്തി നല്ലതുപോലെ ഇരിക്കുകയും അതുപോലെ തന്നെ നടക്കുകയും ചെയ്യുക. ഇത് വീടിൻ്റെ ഉള്ളിൽ ഭർത്താവിൻ്റെ മുമ്പിലാണ് ചെയ്യാൻ പറഞ്ഞത്, പുറത്ത് പോകുമ്പോൾ ഉള്ള കാര്യം അല്ല. അഞ്ചാമത്തേത്, പുതിയ വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ വീട്ടിലിടുന്ന വസ്ത്രമായാലും രാത്രി ഇടുന്ന വസ്ത്രമായാലും പുറത്ത് പോകുമ്പോൾ ഇടുന്ന വസ്ത്രമായാലും ഭർത്താവിൻ്റെ ഇഷ്ടം കൂടെ അതിൽ പരിഗണിക്കുക എന്നതാണ്. ഭർത്താവിന് ഇന്ന കളർ ഇഷ്ടമാണെങ്കിൽ ആ കളർ എടുക്കുക. എന്നിട്ട് വീട്ടിൽ വരുമ്പോൾ പറയണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാട്ടോ ഞാൻ ഈ കളർ എടുത്തത്. അപ്പോൾ ആ ഭർത്താവിനുണ്ടാകുന്ന സന്തോഷം ചെറുതല്ല. അത് പ്രകടിപ്പിക്കില്ല, എന്നാലും നമ്മൾ അത് പറയണം.
6. നമ്മുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കുക എന്നതാണ്. പല സ്ത്രീകളും മുഖം വീർപ്പിച്ചാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഭർത്താവിൻ്റെ മുമ്പിൽ എപ്പോഴും നല്ല പുഞ്ചിരിയോടെ ഇരിക്കണം. 7. നല്ല കോൺഫിഡൻസ് വളർത്തുക. നല്ല ആത്മവിശ്വാസം വേണം. ഭർത്താവ് കുടുംബമായി ജീവിക്കുമ്പോൾ അവരുടെ ഉപ്പ, ഉമ്മ, സഹോദരന്മാർ, സഹോദരിമാരൊക്കെ ഉണ്ടാവും. എല്ലാവരുടെ മുമ്പിൽ നല്ല കോൺഫിഡൻസ് ഉള്ളവളായിരിക്കുക. അത് ഭർത്താവിന് നല്ല ഇഷ്ടപ്പെടും. എപ്പോഴും മൂഡ് ഔട്ടായി എനിക്കൊന്നിനും സാധിക്കില്ല എന്ന രൂപത്തിൽ തളർന്ന് നെഗറ്റീവ് സംസാരങ്ങൾ സംസാരിച്ച് നിരാശരായി ഇരിക്കരുത്. ഏത് ഭർത്താവിനും അത് ഇഷ്ടപ്പെടുകയില്ല. 8. പരസ്പരമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. അത് ഒരു ദിവസത്തിൽ എന്തായാലും ഒരു 1/4 മണിക്കൂറെങ്കിലും ഉണ്ടാവണം. നിർബന്ധമായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവേണ്ടതാണ്. 9. നമ്മുടെ വിഷമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സങ്കടങ്ങളും നാം ഭർത്താവിനോട് ഷെയർ ചെയ്യുക. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടതും അവളുടെ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കേണ്ടതും അവളുടെ ഭർത്താവാണ്. 10. സപ്പോർട്ട് കൊടുക്കുക എന്നതാണ്. നമ്മുടെ ഭർത്താവിന് എല്ലാ നിലക്കും നാം സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. അത് ജോലി സംബന്ധമായ, മാനസികമായ, ശാരീരികമായ, സാമ്പത്തികമായ വിഷയത്തിലെല്ലാം നാം സപ്പോർട്ട് ചെയ്യണം. ഒരു രൂപയുമില്ലാത്ത അവസ്ഥ വന്നാൽ അപ്പോഴും അവരെ നാം സമാധാനിപ്പിക്കുകയാണ് വേണ്ടത്, ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത്, കൂടെ നിൽക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ചെയ്താൽ വളരെ നല്ല ഭർത്താവിനെ നിങ്ങൾക്ക് കിട്ടും. വളരെ എഫക്റ്റീവായിട്ടുള്ള ഭർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിപ്പിക്കേണ്ട 10 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ആ 10 കാര്യങ്ങളും കൊണ്ടുവരാൻ, അതുവഴി നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മിലേക്ക് ആകർഷിപ്പിക്കാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.